കഷ്ടപ്പെട്ട് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയെങ്കിലും ഓഫ്ലൈനിൽ നിന്നുള്ള പ്രഹസനത്തിൻ്റെ പേരിൽ ഇപ്പോഴും അവർ ഓൺലൈനായിട്ട് നിബന്ധനകളില്ലാത്ത നിബന്ധനകൾ വെച്ച് ആധാർ അപ്ലോഡ് ചെയ്യുക, പിന്നെ കുറേ കുറിപ്പുകൾ എഴുതി അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് ആൾ വരാതിരിക്കുകയും ഇപ്പോൾ ആണ്ട കോട്ടയത്തു നിന്നുള്ളവർക്കെല്ലാം വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ നോട്ട് കൊടുത്തേക്കുന്നത്. കാരണം ഒരുത്തിനും അവിടുന്ന് യാത്ര ചെയ്ത് ഇതിൽ വന്ന് പങ്കെടുക്കരുതെന്ന് വ്യക്തമായി പ്ലാനിനോടുകൂടിയാണ് അവർ കളിക്കുന്നത്. അതിൽ കയറുന്നതിന് നിബന്ധനകളും കാര്യങ്ങളുമാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് മെനഞ്ഞാൽ നടന്ന സിറ്റിങ്ങിൽ ഞാൻ കയറി ചെല്ലുമ്പോഴേ സംസാരം കേൾക്കുന്ന ഒരു പയ്യന് ഒരു ഇൻഡസ്ട്രി ഇവിടെ കേരളത്തിൽ തുടങ്ങി, അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ. അപ്പം ആ കൂടെ ഉള്ളവൻ ഇവരുടെ പ്രഹസനം കൊണ്ട് KCBയുടെ ശല്യം കൊണ്ട് നാട് വിട്ട് തമിഴ്നാട്ടിൽ പോയി. അവിടെ ഇപ്പോൾ 3 യൂണിറ്റായി. ഞാൻ ഇപ്പോഴും പഴയ അവസ്ഥയിലാണെന്ന് ഈ TK ജോസ് എന്ന് പറയുന്ന 1,82,000 രൂപ മേടിക്കുന്ന തടിച്ച് കൊഴുത്തി ആ ദ്രോഹി പറയുകയാണ്, താങ്കൾക്ക് KCB ഒരു ഓപ്പർച്യൂണിറ്റി തൻ്റെ ഫ്രണ്ടിന് കൊടുത്തപ്പോൾ താങ്കൾക്കും അങ്ങോട്ട് പോകാം എന്നാണ് പറയുന്നത്. UK എന്ന് വിളിച്ച ഒരു കസ്റ്റമർ എടുത്ത് താങ്കൾക്ക് അവിടെ കഴിഞ്ഞൂടായ കൂടുതൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വിളിച്ചവരെടുത്ത്. അപ്പം ഞാൻ കയറി ചോദ്യം ചെയ്തു, തനിക്ക് ആരാണ് ഈ അധികാരം തന്നത്? ഒരു പൗരന് എവിടെ ജീവിക്കണം, എവിടെ പോകണം, താൻ ആരെന്ന് പറയുന്നത്? താൻ റെഗുലേഷൻ റൂൾ മാത്രം ഇവിടെ ചെയ്താൽ മതി, ബാക്കിയുള്ളവരെ ഭരിക്കാൻ പാടില്ല എന്ന് പറയപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യണം, ഫോട്ടോ എടുത്ത് അറസ്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, തനിക്ക് സുപ്രീം കോടതി ജഡ്ജിയെക്കാട്ടി പവറാണ്, വെടിവെക്കാൻ ഓർഡർ ഇടാൻ പറഞ്ഞു. പോലീസുകാർ ഓടി വന്നു. ഞാൻ പറഞ്ഞു വെടിവെക്കാൻ പറഞ്ഞു, അവർക്ക് പിന്നെ അറസ്റ്റ് ചെയ്യണ്ട. അതോടുകൂടി അവിടെ നിന്ന് ഞാൻ പറയും മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി, ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇയാൾ തിരക്കണ്ട. റെഗുലേറ്ററിങ്ങിൻ്റെമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. ഇവരൊക്കെ 1,82,000 രൂപ നമ്മുടെ നികുതിപ്പണം മേടിച്ചിട്ട് നമ്മളെ കൊള്ളയടിക്കാനുള്ള, അതായത് വീട്ടിൽ ഇരുന്ന് കൊച്ചിനെ കളിപ്പിക്കേണ്ടവന്മാരാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇവിടെ ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, IIT-യിലും മറ്റും പഠിച്ച വിവരമുള്ള ആൾക്കാരുണ്ട്, അവരെ ഏൽപ്പിക്കുക. അതുപോലെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വെച്ചേക്കുന്ന മൊത്തം ഡെമ്മി സംഘടനകളാണ്. വടക്കേ ഇന്ത്യയിൽ ഉള്ള ഒരു കലാ സംഘടനയാണ് വെച്ചേക്കുന്നത്. ഇത് മൊത്തം കള്ളത്തരമാണ്. അതുപോലെ പിന്നെ SAT വിജ്ഞാപന പ്രകാരം 2020 ഇവർക്ക് KCBയിൽ വർക്ക് ചെയ്ത ഒരു എംപ്ലോയിക്ക് ഇതിനകത്ത് കയറി പറ്റാൻ പാടില്ല, ആ റൂളാണ്. അതുകൂടാതെ 2012 ഹൈക്കോടതി വിധിയുണ്ട്. ഇതിൽ ഈ പിന്നെ 2012 അതിൻ്റെ അമെൻമെൻറ്റ് ഞാൻ തരാം. അപ്പോൾ അത് പ്രകാരം ഇവർക്ക് ഇതിനകത്ത് കയറി പറ്റാൻ പാടില്ല. 2014 ഒരു വടക്കേ ഇന്ത്യയിൽ ഒരു ചെറിയ കേസ് നടന്നതിനകത്ത് ഒരു വിധിയുണ്ടായി. ആ വിധി ഇവർക്ക് താല്പര്യമുള്ള ഒരു കോർട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പാസ്സാക്കിയിട്ടാണ് ഇപ്പോഴത്തെ KCB പർച്ചേസിംഗ് സെക്ഷനിലിരുന്ന ആൾ ഇതിൽ കയറിയിരുന്ന് കൊള്ളയടിക്കുന്നത്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ ആ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവരെന്നും ഉച്ചയോട് 2 മണിയോടുകൂടി എന്തായാലും ഇവർക്ക് ഇതിനകത്തിരിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളതിനൊരു റിപ്പോർട്ട് വരുമെന്നാണ് 99% നമ്മൾ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ വേളി കോടതിയുണ്ട്, അതിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ വാഗ്ദാനം നടന്ന സമയത്ത് ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് നിങ്ങൾക്ക് ലോട്ടുള്ളപ്പോഴേ സംസാരിക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഇവരുടെ പ്രതിനിധി എന്നുള്ള സ്ഥാനത്ത് നിൽക്കുമ്പോൾ തോന്നിയ ദിവസം പറഞ്ഞ് ഞാൻ ഇടപെടും, അതിന് നിങ്ങൾ വെടിവെക്കുന്നത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ ലോട്ടിൽ സംസാരിക്കാതെ പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നിങ്ങൾ തെറി വിളിക്കേണ്ടി വരുമെന്ന് ഞാൻ പുറത്തേക്കാണോ. എൻ്റെ സമയമായപ്പോൾ വിളിച്ച് ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനം ഇവിടെ നിങ്ങൾ അവസാനിപ്പിക്കണം. അതായത് ഈ ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവർ അതിബുദ്ധി കാണിച്ചു. മൈക്കിൽ കൂടെ ഒരു അനൗൺസ് ചെയ്തു, സ്പോട്ട് രജിസ്ട്രേഷൻ വേണ്ടുന്നവർക്ക് വരാവുന്ന എന്തിനാ കോടതിയിൽ ഹാജരാക്കാൻ ചോദ്യം ചെയ്യുമെന്ന് വെച്ചോണ്ട് ആ ഒരു വേല ഇറക്കി. അപ്പോഴത്തേക്ക് പ്രദീപ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ പറയുന്നത് കറണ്ട് ചാർജോ പിന്നെ ആധാർ കാർഡോ വെച്ചിട്ട് നിങ്ങൾ ഇവർക്ക് പ്രവേശനം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ജോസ് എന്ന് പറയുന്ന വ്യക്തി പറയുവാണ്, അങ്ങേര് പറയുന്നത് നിങ്ങളാരും മറുപടി പറയണ്ട, കേട്ടാൽ മതിയോ. അപ്പം ഞാൻ ജോസിനോട് ചോദിച്ചു, താങ്കൾക്ക് ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഇന്ന് കോടതി വന്ന് തെളിയില്, എന്നിട്ട് താങ്കൾ അടുത്ത് ഞാൻ കഥ പറയാൻ പറയാം. ഞാൻ ഇപ്പോൾ വന്ന അതിനല്ല, താങ്കളെ ഓൺലൈനിൽ കൂടെ വെല്ലുവിളിച്ച് എൻ്റെ മുന്നിൽ ഇരുത്തുവന്നു, അത് പറയാനേ ഞാൻ വന്ന് കണ്ടത്, ഇതുപോലെ തന്നെ ഇരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിപ്പോയത്. എനിക്ക് എറിഞ്ഞിട്ട് അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഇവൻ പറയുന്ന ആൾക്കാർ ചെല്ലുമ്പോൾ ഇയാൾ പറയുന്നത് ലിറ്ററേസിയും വിദ്യാഭ്യാസമുള്ള കേരളം 1ാം നമ്പറാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ 400 പേജ് വായിച്ചിട്ടാണോ ഇവിടെ വരുന്നത്? അതിൻ്റെ ഡയലോഗാണ്. ഈ പാവത്തുകളൊക്കെ 400-500 പേജ് വായിക്കേണ്ട പ്രായമുള്ളവരാണ് 60 വയസ്സുള്ള. അതിൻ്റെ ഡയലോഗ് അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ
ഞാൻ പറഞ്ഞു, ഞാൻ മൈക്ക് തിരിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സാറ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ. ഈ വന്നിരിക്കുന്നവന്മാർക്ക് ആർക്കും വായനശീലം ഇല്ലാത്തതുകൊണ്ട് ഈ 4 വർഷം ജനങ്ങളെ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് ഇവിടെ കയറിയിരുന്ന അധികാരമില്ലാത്ത സ്ഥാനത്ത് യോഗ്യതയില്ലാത്ത എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതിൻ്റെ കൂടെ മാഗസിൻ വേണ്ട, ഈ മാഗസിൻ ഞാൻ അവിടെ സപ്ലൈ ചെയ്തത്. ഒരു 7 വയസ്സുള്ള ഒരു വ്യക്തി ഇത് കാണാപ്പാടം വായിച്ച് അവിടെ മണിക്കൂറുകൾ ഇരുന്നുണ്ട്. അപ്പം കറണ്ടിൻ്റെ റേഷ്യോ പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, ഞാൻ ഒരു പറ നെല്ല് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ അത് നെല്ല് കച്ചി കളഞ്ഞ് അവല് ഉമി കളഞ്ഞ് മില്ലിൽ കൊണ്ട് കൊടുക്കുമ്പോൾ 28 രൂപ എനിക്ക് കിലോയ്ക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ മില്ല് വളവിടാൻ പോയി മറ്റേ 28 രൂപ മേടിച്ചാൽ വീട്ടിൽ പോയി. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ അരി കുത്തിയ കഥ പറയാനല്ലോ ഇവിടെ വന്നത്, ഈ 400 പേജ് നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് അതിൽ വല്ലതും ഉണ്ടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ, ഇംഗ്ലീഷിലും എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ അപ്പോൾ നിങ്ങളിവിടെ പറയണ്ട, ഇറങ്ങാൻ പറ. അപ്പോൾ അയാൾ ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അത് ഞാനിവിടെ ഡിസ്പ്ലേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാഴ്ച കുറവായിരുന്നു, ചെന്ന് നേരെ വായിച്ച അവൻ്റെ മുമ്പിൽ, നീ പ്രദീപ്, നീയാണടാ കള്ള ഇവിടെ വന്നിരിക്കുന്നത്, ഇത് മൊത്തം കട്ടുപിടിച്ച കള്ളനാന്ന് പറഞ്ഞ് 5-6 നല്ല നാടൻ തെറി. ഇതൊക്കെ കേൾക്കാൻ ഇവനൊക്കെ തൊലിക്കെട്ടി ഇത്രയുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. ഇപ്പം ഞാനതിന് വീഡിയോഗ്രാഫി ചോദിച്ചിട്ടുണ്ട്, തരാൻ ചാൻസ് കുറവാണ്. അതൊന്ന് വെളിയിൽ വിടട്ടെ, ഇവനെയൊക്കെ തൊലി ഒരിക്കണം ഇതുപോലുള്ള വീഡിയോകൾ വെച്ച്, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് ഇനി നിങ്ങൾ എല്ലാവരും ചോദ്യം ചെയ്യേണ്ടത് ഈ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ വെട്ടിപ്പ് നാടകം ഇവിടെ അവസാനിപ്പിക്കണം. ബാക്കി കാര്യങ്ങളിൽ ഏത് നടപടിക്കും ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാരും എൻ്റെ പുറകിലുണ്ട്. നമ്മുടെ സംഘടനയിൽ ഇപ്പോൾ ഉള്ള 1000-1200 പേരുണ്ട്. അതിൽ പക്ഷേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള 500 പേര് നമ്മൾ ഇതിനകത്തോട്ട് രജിസ്ട്രേഷനായിട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം അങ്ങനെ ഒരു എഫർട്ട് എടുക്കാൻ പേര് 300 രൂപ കൊടുത്തൊരു സംഘടനയിൽ ചേരാൻ വയ്യാത്തവരെ എടുക്കേണ്ടെന്നുള്ളത് ചെയ്യുക. അപ്പോൾ മാക്സിമം ആൾക്കാർ നിങ്ങൾ അതിലേക്ക് സഹകരിക്കുകയും ഇതിൻ്റെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ വന്നാൽ മാത്രമേ നമുക്ക് കോടതിയിൽ എവിടെ ഇടപെടാനുള്ളൂ. ഞാനും വേറൊരു വ്യക്തിയും കൂടിയാണ് ഇതിന് ഇറങ്ങി തിരിച്ച് ആദ്യത്തെ സിറ്റിങ്ങിൽ അന്ന് അടിയും ഒക്കെ നടന്നതാണ്. ആ വ്യക്തിയെ 2 കോടി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തു. ഞാൻ പേരൊന്നും പറയുന്നില്ല. KCBക്കാർ 2 കോടി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തു. അയാൾ ഇന്ന് UK റിയൽ എസ്റ്റേറ്റ് നടത്തുകയാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ത്രെഡനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ യൂണിയനായിട്ട് തന്നെ വല്ലതും ചെയ്യാം, അല്ലാതെ ഒറ്റയ്ക്ക് ഒരിക്കലും വീട്ടിൽ കിടന്ന് എൻ്റെ അടുത്ത് കളിച്ചാൽ നടക്കത്തില്ലാന്ന് അതിലുള്ളവർക്ക് പലർക്കും അറിയാം. അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പോയാൽ യൂണിയനായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ, ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതുവരെ എനിക്ക് ഡയറക്റ്റ് അറ്റാക്ക് വന്നിട്ടില്ല. എൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ ഇത് ബ്ലോക്കിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്കും ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കാരണം അത്രയ്ക്ക് ത്രെഡനിങ് ഉണ്ട്, അല്ലാതെ ജീവിക്കാൻ നോക്കില്ല.